Mr. A and B are partners sharing profit and losses in the ratio 3:2. Their balance sheet as on 31st March 2016 is given below. Trade payable 50,000. Capital of Mr. A and B 2 lakh and 1 lakh. Assets freehold premises 2 lakh. Plant 40,000. Furniture 20,000. Office equipment 25,000. Inventory 30,000. Trade receivables 25,000. Bank balance 10,000. Total 3,50,000. On 1/4/2016, they admit Mr. C, a new partner, on the following terms. Mr. C will bring rupees 50,000 as capital and 10,000 for goodwill as 1/5 share. Provision for doubtful debts is to be made on trade receivables at the rate of 2%. Inventory is to be written down by 10%. Freehold premises to be revalued at rupees 2,40,000. Plant and machinery to be revalued to 35,000. Furniture 25,000. Office equipment as 27,500. Partners agreed that the value of the assets and liabilities remain same, and as such there should not be any change in their book value as a result of the above mentioned adjustment. You are required to make necessary adjustment in the capital account of the partners and show the balance sheet of the new firm. ഈ ക്വസ്റ്റ്യനിൽ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് ആണ്. ഫിഫ്ത്ത് പോയിന്റ്, പാർട്ട്നേഴ്സ് അഗ്രീഡ് ദാറ്റ് the value of the assets and liabilities remain same as such. There should not be any change in their book value as a result of the above mentioned adjustment. അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം റീവാല്യൂ ചെയ്യണം. പക്ഷേ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ബാലൻസ് ഷീറ്റിൽ കാണുന്ന വില മാറാൻ പാടില്ല. ആ വില അതേപോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പഴയ പാർട്ട്നേഴ്സിന് അതിൽ മേലുള്ള പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ലോസ്, റീവാല്യുവേഷനിലെ പ്രോഫിറ്റ്സ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് റീവാല്യൂ ചെയ്യണം. എന്നിട്ട് പഴയ പാർട്ട്നേഴ്സിന് അത് വീതിച്ചു കൊടുക്കണം. പക്ഷേ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും നിലവിലുള്ള വാല്യൂ നമുക്ക് മാറ്റാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മോറാണ്ടം റീവാല്യുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തിരുന്നത് റീവാല്യുവേഷൻ അക്കൗണ്ട് ആണ്. ഇവിടെ നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും പഴയ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു ഡമ്മി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. മെമ്മോറാണ്ടം റീവാല്യുവേഷൻ അക്കൗണ്ട് എന്ന ഒരു ഡമ്മി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ആ മെമ്മോറാണ്ടം റീവാല്യുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ റീവാല്യുവേഷനിൽ പ്രോഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ റീവാല്യുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, മെമ്മോറാണ്ടം റീവാല്യുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. റീവാല്യുവേഷൻ ലോസ് ആണെങ്കിൽ മെമ്മോറാണ്ടം റീവാല്യുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. എന്നിട്ട് പ്രോഫിറ്റ്സ് ആണെങ്കിൽ പഴയ പാർട്ട്നേഴ്സിന് പഴയ റേഷ്യോയിൽ നമ്മളത് വീതിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ മെമ്മോറാണ്ടം റീവാല്യുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ എഴുതിയ എല്ലാ ഐറ്റംസും ഡെബിറ്റിലേക്ക് മാറ്റി എഴുതുന്നു. ഡെബിറ്റിൽ എഴുതിയ എല്ലാ ഐറ്റംസും ക്രെഡിറ്റിലേക്ക് മാറ്റി എഴുതുന്നു. എന്നിട്ട് എല്ലാ പാർട്ട്നേഴ്സിനും, പുതിയ പാർട്ട്നേഴ്സ് ഉൾപ്പെടെ എല്ലാ പാർട്ട്നേഴ്സിനും പുതിയ റേഷ്യോയിൽ ആ എമൗണ്ട് വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസും ചേഞ്ച് ആവില്ല. ഓക്കെ, എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റിവാല്യുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഹെഡിങ് മാറ്റിയിട്ട് ജസ്റ്റ് മെമ്മോറാണ്ടം റിവാല്യുവേഷൻ അക്കൗണ്ട് എന്നാക്കിയിട്ട് നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ നമ്മൾ ചെയ്യുന്നു. അസറ്റ്സ് റീവാല്യൂ ചെയ്ത് പ്രോഫിറ്റ്സ് ആണെങ്കിൽ മെമ്മോറാണ്ടം റിവാല്യുവേഷൻ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യുന്നു. അസറ്റ്സ് റിവാല്യുവേഷൻ ചെയ്യുമ്പോൾ ലോസ് ആണെങ്കിൽ മെമ്മോറാണ്ടം റിവാല്യുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് പഴയ പാർട്ട്നേഴ്സിന് അതെല്ലാം വീതിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഡെബിറ്റിൽ ചെയ്ത എല്ലാ സംഭവങ്ങളും നമ്മൾ ക്രെഡിറ്റിലേക്ക് മാറ്റി എഴുതുന്നു. താഴെ അത് ടോട്ടൽ ചെയ്തതിന് ശേഷം വീണ്ടും ആ ഡെബിറ്റിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ക്രെഡിറ്റിലേക്ക് മാറ്റി എഴുതുന്നു.
ക്രെഡിറ്റിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഡെബിറ്റിലേക്ക് മാറ്റി എഴുതുന്നു. എന്നിട്ട് പഴയ പാർട്ട്നേഴ്സും പുതിയ പാർട്ട്നേഴ്സും എല്ലാവർക്കും അത് പുതിയ റേഷ്യോയിൽ നമ്മളത് വീതിച്ച് എഴുതുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഇതിന്റെ എഫക്റ്റ് എന്താ? സാക്രിഫൈസിങ് റേഷ്യോയിൽ പഴയ പാർട്ട്നേഴ്സിന് അതിന്റെ ക്രെഡിറ്റ് കിട്ടും, ഗെയിൻ ഉണ്ടാവുന്ന പാർട്ട്നേഴ്സിന് ഡെബിറ്റും വരും. നമ്മളിത് ചെയ്തു വരുമ്പോൾ സാക്രിഫൈസ് ചെയ്യുന്ന പുതിയ പാർട്ട്ണർ വരുന്നത് കൊണ്ട് റേഷ്യോയിൽ കുറവുണ്ടാവുന്ന സാക്രിഫൈസ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടും. ആർക്കാണ് ഗെയിൻ ഉണ്ടാവുന്ന ഗെയിനുള്ള ആളുകളെ ഡെബിറ്റും വരും. ഓക്കെ, അതിന്റെ എഫക്റ്റ് അങ്ങനെയാണ് വരിക. നമുക്കത് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. മെമ്മോറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട്. അസറ്റ്സുകൾ കൂടുമ്പോൾ പ്രോഫിറ്റ്സ് ആണ്, അസറ്റ്സുകളുടെ വില കുറയുമ്പോൾ അത് ലോസ് ആണ്. അസറ്റ്സുകളുടെ വില കൂടുമ്പോൾ പ്രോഫിറ്റ്സ് ആണ്. മെമ്മോറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. നമുക്ക് ഫ്രീ ഹോൾഡ് പ്രിമിസസ് 200,000 ഉണ്ടായിരുന്നു, 240,000 ആയി. പ്രോഫിറ്റ്സ് അല്ലേ അത്? ബൈ ഫ്രീ ഹോൾഡ് പ്രിമിസസ് 2 lakh ഉണ്ടായിരുന്നത് 240,000 ആയി. അപ്പൊ 40,000 പ്രോഫിറ്റ് ആണ്. പ്ലാന്റ് 40,000 ഉണ്ടായിരുന്നത് 35,000 ആയി. അപ്പൊ ഡെബിറ്റ് ചെയ്യാം. പ്ലാന്റിന്റെ വില കുറഞ്ഞു. ടു പ്ലാന്റ് എത്ര കുറഞ്ഞു? 5,000. ഫർണിച്ചർ 20,000 ഉണ്ടായിരുന്നത് 25,000 ആയി, കൂടി. ബൈ ഫർണിച്ചർ 5,000 ഇൻക്രീസ് ഉണ്ടായി. ഓഫീസ് എക്യുപ്മെന്റ് 25,000 ഉണ്ടായിരുന്നു 27,500 ആയിട്ട് റീവാല്യൂ ചെയ്യണം. പഴയ അസറ്റ്സുകളൊക്കെ റീവാല്യൂ ചെയ്യാണ് പുതിയ പാർട്ട്ണർ വരുമ്പോൾ. പ്രോഫിറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഴയ പാർട്ട്നേഴ്സിന് നമ്മൾ വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. 25,000 ഉണ്ടായിരുന്നു 27,500 ആയി. അപ്പോൾ 2,500 കൂടി. ഇൻവെന്ററി ടു ബി റിട്ടേൺ ഡൗൺ ബൈ 10%. അപ്പോൾ നഷ്ടമാണ്. ടു ഇൻവെന്ററി 30,000 ഇൻറ്റു 10% -3,000. ട്രേഡ് റിസീവബിൾസിന് ഒരു പ്രൊവിഷൻ ഇടാൻ പറയുന്നുണ്ട്. ട്രേഡ് റിസീവബിൾസിന് പ്രൊവിഷൻ ഇടുമ്പോഴും ഒരു നഷ്ടമാണ്. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 25,000 ഇൻറ്റു 2% 500. ട്രേഡ് പേബിൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യായിരിക്കും, ഒന്നും പറയുന്നില്ല. ഇനി നമ്മൾ പഴയ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുകയാണ്. പ്രോഫിറ്റ്സ് ആണോ ലോസ് ആണോ നോക്കണം. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് 47,500 ആണ്. ഇവിടെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ്സ് ആണ്. 2-3 ലൈൻ വിട്ടോളൂ പാർട്ട്നേഴ്സിന്റെ പേരൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. 2-3 ലൈൻ വിട്ടിട്ട് ക്രെഡിറ്റ് സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യാം. 47,500. ആ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതി. എന്നിട്ട് പഴയ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുകയാണ്. പ്രോഫിറ്റ്സ് ആണെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എത്ര പ്രോഫിറ്റ്സ് ഉണ്ടെന്ന്. പ്രോഫിറ്റ് എത്ര ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 47,500 മൈനസ് ഇതെല്ലാം മൈനസ് ചെയ്യുക. 39,000. പഴയ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എയും ബിയും ആണ്. ടു എസ് ക്യാപിറ്റൽ ടു ബിസ് ക്യാപിറ്റൽ. പഴയ റേഷ്യോ 3:2 ആണ്. അപ്പോൾ 3/5 then 2/5. ഇന്നർ കോളത്തിൽ കാണിക്കുക. 39,000 ഇൻറ്റു 3/5 then 39,000 ഇൻറ്റു 2/5. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തത്. ജസ്റ്റ് നമ്മൾ പേര് മാറ്റി എന്നുള്ളൂ. മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് എന്നാക്കിയെന്നേ ഉള്ളൂ. നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെയാണ് ചെയ്തത്, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അസറ്റ്സും ലാബിലിറ്റീസും എമൗണ്ട് മാറാൻ പാടില്ല, പഴയ എമൗണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രെഡിറ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളെയും കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളും ഡെബിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലാത്ത മറ്റെല്ലാ സംഭവങ്ങളും ഡെബിറ്റ് ചെയ്തത് ക്രെഡിറ്റും ചെയ്യാം. ഇനി 39,000 ആണ് പ്രോഫിറ്റ്സ് എന്നറിയാം. ഇനി 3 പാർട്ട്നേഴ്സിനും അത് വേദിക്കുക. അപ്പോൾ നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ABC ഇദ്ദേഹത്തിന് 1/5 ആണ്. ഈ 1/5 ഇദ്ദേഹത്തിന് കിട്ടിയത് എവിടെ നിന്നാന്ന് പറയുന്നില്ല. ഇപ്പോൾ 2 പേരിലും ഇനി 4/5 ഉണ്ടാവുള്ളൂ. 1/5 ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഇനി ഇവരുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3/5 ഇൻറ്റു 4/5 ആണ്. ഇദ്ദേഹത്തിൻ്റെത് 2/5 ഇൻറ്റു 4/5 ആണ്. 1/5 സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കയ്യിൽ 4/5 ഉള്ളൂ. അപ്പോൾ ഈ 3/5 ഇൻറ്റു 4/5 2/5 ഇൻറ്റു 4/5 3/5 ഇൻറ്റു 4/5 12/25 8/25 5/25 12:8:5. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 39,000-ന് 39,000 ഇൻറ്റു 12/25 39,000 ഇൻറ്റു 8/25
25, 39,000 into 5 by 25. Partners capital account A, B and C by balance brought down. അവരുടെ പഴയ ബാലൻസ് എത്രയായിരുന്നു? 2 lakh and 1 lakh by memorandum revaluation 23,400 and 15,600 to memorandum revaluation 18,720, 12,480 and 7,800. And C will bring 50,000 as capital and 10,000 for goodwill. അപ്പോൾ C മൊത്തം കൊണ്ടുവരുന്നത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 plus 10 60,000. C കൊണ്ടുവരുന്നത് 60,000. അതിൽ 10,000 goodwill ആണ്. അപ്പോൾ goodwillന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യണം സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഇപ്പോൾ നെക്സ്റ്റ് വർക്കിംഗ് സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ 3/5, 2/5. ന്യൂ റേഷ്യോ 12/25, 8/25 and 5/25. 3/5നെ 25ലേക്ക് ആക്കുമ്പോൾ 15/25. 2/5നെ 25ലേക്ക് ആക്കുമ്പോൾ 10/25. 15 ഉണ്ടായിരുന്നത് 12 ആയി മാറി. അവരുടെ ഓൾഡ് റേഷ്യോ 15/25 ആയിരുന്നു, അത് 12 ആയി മാറി. അപ്പോൾ സാക്രിഫൈസ് 3/25. 10/8 ആയി മാറുമ്പോൾ 2/25. 3:2 ആണ് സാക്രിഫൈസിങ്. ഗുഡ്വില്ലിന്റെ 10,000 3:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാലോ. 2 ആരാ സാക്രിഫൈസ് ചെയ്യുന്നത്? എയും ബിയും. സിയുടെ കോളത്തില് അദ്ദേഹത്തിന്റെ ഗുഡ്വില് 10,000 റുപ്പീസ് ആണ്. ആ 10,000-ല് എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ? എത്രയാണ്? 3:2 അല്ലേ? 3:2. അപ്പൊ ഇൻറ്റു 3/5. ഇദ്ദേഹം 10,000 ഇൻറ്റു 2/5. അപ്പൊ 6,000-ഉം 4,000-ഉം സാക്രിഫൈസിങ് റേഷ്യോയിൽ ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഈ രണ്ടുപേർക്കും അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണ്ടേ? ബൈ സി എന്ന് എഴുതിയിട്ട് എക്കും ബിക്കും ആ ക്രെഡിറ്റ് കൊടുക്കാം. 6,000-ഉം 4,000. ബാലൻസ് ചെയ്യട്ടെ ടോട്ടലി. എന്നിട്ട് ബാലൻസ് ചെയ്യുക. ടു ബാലൻസ് ക്യാരി ഡൗൺ. ദാറ്റ് ഈസ് 2,10,680, 1,07,120, then 42,200. ബാലൻസ് ഷീറ്റ്. അസറ്റ്സും ലയബിലിറ്റീസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ കാണിക്കണം എന്ന് പറയും. ട്രേഡ് പേബിൾ സെയിം എമൗണ്ട് തന്നെയാണ് 50,000. ക്യാപിറ്റൽ എ ബി സി നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2,10,680. ബി 1,07,120. സി 42,200. അസറ്റ്സുകളൊന്നും മാറുന്നില്ല, സെയിം എമൗണ്ട് കോപ്പി ചെയ്യുക കേട്ടോ. ഫ്രീ ഹോൾഡ് പ്രിമൈസസ് 2 lakh. പ്ലാന്റ് 40,000. ഫർണിച്ചർ സെയിം 20,000. ഓഫീസ് എക്യുപ്മെന്റ് 25,000. ഇൻവെന്ററി 30,000. ട്രേഡ് റിസീവബിൾസ് 25,000. ബാങ്ക് നേരത്തെ ഉണ്ടായിരുന്ന 10,000-ന്റെ കൂടെ സി എത്ര കൊണ്ടുവന്നു? സി കൊണ്ടുവന്നത് 60,000. ഇപ്പോൾ ടോട്ടൽ 70,000 ആയി ബാങ്ക് ബാലൻസ്. ബാലൻസ് ഷീറ്റ് ടോട്ടൽ 4,10,000. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മളിങ്ങനെ മെമ്മോറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. മെമ്മോറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മുടെ റിവാലുവേഷൻ പ്രോഫിറ്റ്സ് എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റഫായിട്ട് റിവാലുവേഷൻ പ്രോഫിറ്റ്സ് വർക്കൗട്ട് ചെയ്തിട്ട് അത് 39,000 ആണ് റിവാലുവേഷൻ പ്രോഫിറ്റ്. അത് നമ്മൾ ഗെയിൻ ചെയ്യുന്ന പാർട്ട്ണറെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്നേഴ്സിന് അതിന്റെ ക്രെഡിറ്റ് കൊടുത്താൽ മതി. ഇൻറ്റു 5/25 ഇദ്ദേഹത്തെ ഡെബിറ്റ് ചെയ്തിട്ട് മറ്റ് രണ്ടുപേർക്കും ക്രെഡിറ്റ് കൊടുത്താൽ മതി. എന്താണ് റേഷ്യോ? ഇവരെ സാക്രിഫൈസ് റേഷ്യോ എങ്ങനെയാ? സാക്രിഫൈസ് റേഷ്യോ 3:2 അല്ലേ? 3:2. 7,800 ഇൻറ്റു 3/5. 7,800 ഇൻറ്റു 2/5. ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാം. മെമ്മോറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ ചെയ്യാം. അപ്പോൾ ഈ മെമ്മോറാണ്ടം റിവാലുവേഷൻ എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടാവില്ല, റിവാലുവേഷൻ ഇത് ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ എൻട്രിയുടെ പോസ്റ്റിംഗ്? ഈ എൻട്രിയുടെ പോസ്റ്റിംഗ് എങ്ങനെയാ പറഞ്ഞോളൂ. സീനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ 2A എത്രയാണ് എമൗണ്ട്? 4,680. 2B 3,120.
20. Then by C എന്ന് പറഞ്ഞിട്ട് എയുടെ കോളം 4680, ബിയുടെ കോളം 3120. ഓക്കെ ആണോ? സെയിം ബാലൻസ് തന്നെയാണോ? നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത ബാലൻസ് തന്നെയാണോ ഇത്? യെസ് സർ. ഓക്കെ. നമ്മൾ മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ ആ റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ റഫായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് അത് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഗെയിൻ ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്തിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ആ 2 പേർക്കും അതിൻ്റെ ക്രെഡിറ്റ് കൊടുത്താൽ മതി.